Fourth question. Find the integral curves of the equation. Find the integral curves of the equation dx by x plus z equal to dy by y equal to dz by z plus y square. Find the integral curves of the equation dx by x plus z equal to dy by y equal to dz by z plus y square. അപ്പോൾ ഇതെങ്ങനെ നിങ്ങളൊന്ന് ഇത്ര ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് നോക്കുമ്പം ഫസ്റ്റല്ല ഇതും കൂടെ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വൈയും ഇസഡും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ടേക്കിംഗ് 2 and 3, taking second and third ratios we get, taking second and third ratios we get, taking second and third ratios we get dy by y is equal to dz by z plus y square, dy by y equal to dz by z plus y square. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്യാനാണ് നോക്കേണ്ടത്. dy by y is equal to dz by z plus y square. ഇതിൻ്റെ അകത്ത് y ടേമും ഇതിൻ്റെ അകത്ത് ഇസഡും y ടേമും ആണ് ഉള്ളത്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്നുള്ളതാണ് നമ്മളിനി നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പം നമുക്ക് z plus y square ഇങ്ങോട്ട് കൊണ്ടുപോകാം. z plus y square by y is equal to dz by dy എന്ന് നമുക്ക് പറയാമല്ലോ. dz by dy എന്ന് പറയുന്ന z plus y square by y. അപ്പോൾ നമുക്ക് dz by dy is equal to z by y plus y എന്ന് പറയാൻ മേലെ. dz by dy is equal to നമ്മൾ y വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തത്. y വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം z by y plus y എന്ന് വരും. അപ്പം dz by dy മൈനസ് z by y is equal to y എന്ന് വരും. dz by dy മൈനസ് z by y is equal to y എന്ന് കിട്ടി. അപ്പോൾ ഇനി dz by dy മൈനസ് ഇത് ആക്ച്വലി എന്താ dz by dy ഇൻറ്റു 1 by y z is equal to y ഫോമില കിട്ടിയത്. ഇത് നിങ്ങൾ തേർഡ് മൊഡ്യൂളിൽ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ചപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഇതൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോമിലുള്ള സാധനമല്ലേ. dz by dy മൈനസ് z by y is equal to y ഫോമിൽ കിട്ടി. ഇനി നമുക്ക് ഇത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് പോലെ നമുക്കിതിനെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് നമ്മുടെ സാധാരണ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ച ഫോമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് അതിൻ്റെ ഫോം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. നമ്മൾ തേർഡ് മൊഡ്യൂളിൽ നിങ്ങൾ പഠിച്ചതാണ്, ഞാനല്ല പഠിപ്പിച്ചത്. അപ്പം ഇത് ആക്ച്വലി ഏത് ഫോമിലാണ് ഞാൻ ഈ സൈഡിലോട്ട് എഴുതി കാണിക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ള dy by dx പ്ലസ് p of x into y ഈക്വൽ ടു q of x ഫോമിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഇത് അറിയത്തില്ലാത്തൊരു സൈഡിൽ എഴുതി വെച്ചോണം. ഇത് dy by dx പ്ലസ് p of x into y ഈക്വൽ ടു q of x ഫോമാണ്. അതിൻ്റെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമ്മൾ i of x എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? e റേസ് ടു ഇൻ്റഗ്രൽ p of x dx, അതായത് ഈ വൈയുടെ കൂടെ വരുന്ന ടേം എക്സിൻ്റെ ഫംഗ്ഷൻ എന്താണോ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് e റേസ് ടു ഇൻ്റഗ്രൽ p of x dx ആയിരിക്കും ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമ്മൾ i of x നൊട്ടേഷൻ കൊടുത്താൽ. ഇനി അപ്പോൾ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ്, അപ്പോൾ നമുക്ക് ix ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു y ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു q of x പ്ലസ് കോൺസ്റ്റൻറ്റ് c. ഇതാണ് ഇതിന് സൊല്യൂഷൻ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ വൈയുടെ സ്ഥാനത്ത് ഇസഡാണ്. ഇവിടെ ഇസഡും വൈയിലുമാണ്, വൈക്കും എക്സിനും പകരം ഇസഡിലും വൈയിലുമാണ് തന്നേക്കുന്നത്. അപ്പം dy by dxന് പകരം ഇവിടെ dz by dy ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വൈക്ക് പകരം ഇസഡും എക്സിന് പകരം വൈയും വന്നേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പി ഓഫ് എക്സിന് പകരം പി ഓഫ് വൈ ആണ് വന്നേക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ സൈഡിൽ ചെയ്ത് നോക്കിയാൽ മതി. ഇതിൻ്റെ ഫോം എന്താണ്? ഇവിടെ പി ഓഫ് വൈ എന്ന് പറയുന്ന -1 by വൈയും ക്യൂ ഓഫ് വൈ എന്ന് പറയുന്നത് വൈയും അല്ലേ.
ക്യൂ ഓഫ് വൈ ഈക്വൽ ടു വൈയു ആണ് അല്ലേ. അപ്പം പി ഓഫ് വൈ ഈക്വൽ ടു -1/y ആൻഡ് ക്യൂ ഓഫ് വൈ ഈക്വൽ ടു വൈ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സൈഡിൽ ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ ഇതിവിടെ വരെ നമുക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ദിസ് ഈസ് ഓഫ് ദ ഫോം എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് ദിസ് ഈസ് ഓഫ് ദ ഫോം dz/dy പ്ലസ് പി ഓഫ് വൈ ഇൻറ്റു ഇസഡ് ഇസ് ഈക്വൽ ടു ക്യൂ ഓഫ് വൈ. ഈ ഒരു ഫോമിലല്ലേ വന്നേക്കുന്നത്. dz/dy പ്ലസ് എ ഫങ്ഷൻ ഓഫ് വൈ ഇൻറ്റു ഇസഡ് ഇസ് ഈക്വൽ ടു എ ഫങ്ഷൻ ഓഫ് വൈ ഫോമില വന്നേക്കുന്നത്. ഇസ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഐ ഓഫ് വൈ I of y is equal to e raised to integral p of y dy എന്ന് വരും. Integrating factor is equal to I of y is equal to e raised to integral p of y dy, which is equal to e raised to integral p of y. ഇവിടെ p of yയുടെ സ്ഥാനത്ത് എന്താ, ഇസഡിൻ്റെ കൂടെ വരുന്ന എന്താണോ അതാണ് p of y. ഇസഡിൻ്റെ കൂടെ വന്നേക്കുന്നത് -1/y ആണ്. അപ്പോൾ p of y എന്ന് പറയുന്നത് -1/y വരും. അപ്പോൾ ഇൻ്റഗ്രൽ -1/y dy എന്ന് വരും. e raised to integral -1/y dy. അപ്പോൾ e raised to integral of 1/y dy എന്ന് പറയുന്നത് ലോഗ് വൈ. അപ്പോൾ അത് -log y എന്ന് വരും അല്ലെ. e raised to -log y വരും. -log y എന്ന് പറയുന്നത് y raised to -1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു e raised to log y raised to -1 -log, അതായത് a log b എന്ന് പറയുന്നത് log b raised to a ആണ്. അപ്പോൾ ഇവിടെ log y നമുക്ക് -1 ഇൻറ്റു log y എഴുതാം. -1 ഇൻറ്റു log y എന്ന് പറയുമ്പോൾ log y raised to -1 ആണ്. സോ ഇതിന് നമുക്ക് log y e raised to log y -1 എന്ന് പറയുമ്പം അത് y raised to -1 ആണ്. ഇപ്പോൾ ചെയ്ത പ്രോസസ്സ് ഒന്നും കൂടെ പറയാം. നമ്മൾ സാധാരണ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ dy/dx പ്ലസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഫോമിലാണെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഈ വൈയുടെ കൂടെ വരുന്നതിനെ നമ്മൾ പി ഓഫ് എക്സ് എന്ന് വിളിച്ചാൽ ഇൻ്റഗ്രൽ ഈ പി ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ളത് ഈ റേസ് ടു ഇൻ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ളതാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് വൈ ഈസ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് സി. അപ്പോൾ ഇത് സൈഡിൽ എഴുതി വെക്കുക. ഇവിടെ നമ്മുടെ പി ഓഫ് വൈയുടെ സ്ഥാനത്ത് വന്നേക്കുന്നത് -1/y ക്യൂ ഓഫ് വൈയുടെ സ്ഥാനത്ത് വന്നേക്കുന്നത് y. ഇവിടെ നമ്മൾ dz/dy പ്ലസ് പി ഓഫ് വൈ ഇൻറ്റു ഇസഡ്. അപ്പം പി ഓഫ് വൈ എന്ന് പറയുന്നത് -1/y ഈക്വൽ ടു ക്യൂ ഓഫ് വൈ എന്ന് പറയുമ്പോൾ ക്യൂ ഓഫ് വൈ ആണ്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു e raised to integral p of y dy എന്ന് കിട്ടി. e raised to integral p of y dy. e raised to integral -1/y dy എന്ന് വരും. മൈനസ് പുറത്തെടുത്താൽ അത് 1/y dy. 1/y dy എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ 1/y log y ആണ്. അപ്പോൾ e raised to -log y വരും. e raised to -log y എന്ന് പറയുമ്പം നമുക്കതിനെ log y raised to -1 യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്ത ഫോർമുല ഇതാണ്. a log b എന്ന് പറയുന്നത് log b raised to a log b. അപ്പോൾ നമ്മൾ a log b എന്ന് പറയുന്നത് a log b is equal to log b raised to a. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് -1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് e raised to -log y ആണ്. e raised to -log y എന്ന് പറയുമ്പം e raised to log y raised to -1. ഇനി ഇയും ലോഗും കൂടെ ഒരുമിച്ച് വരുമ്പോൾ നമുക്കറിയാം അത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്കത് y raised to -1 എന്ന് കിട്ടി. അപ്പം ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? y raised to -1 അല്ലെങ്കിൽ 1/y ആണ്. അപ്പോൾ e raised to -1 അല്ലെങ്കിൽ 1/y എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടി. Therefore, solution of this is ix എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. അത് 1/y
ഇൻറ്റു ഇസഡ് ഇസ് ഈക്വൽ ടു, അതായത് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു വൈ, വൈയുടെ സ്ഥാനത്ത് ഇവിടെ ഇസഡ്, അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ 1/y ഇൻറ്റു ഇസഡ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ 1/y ഇൻറ്റു ക്യൂ ഓഫ് വൈ. ക്യൂ ഓഫ് വൈ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ക്യൂ ഓഫ് വൈ വൈ ആണ്, ഇൻറ്റു വൈ ഡി വൈ പ്ലസ് സി വരും. അപ്പം നമ്മുടെ പി ഓഫ് വൈ എന്ന് പറയുന്നത് -1/yയും ക്യൂ ഓഫ് വൈ വൈയും ആണ്. അപ്പം ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമുക്ക് 1/y ആയിട്ട് കിട്ടി. അപ്പോൾ 1/y ഇൻറ്റു ഇസഡ് ഇസ് ഈക്വൽ ടു, നമ്മൾ വൈക്ക് പകരം നമ്മുടെ ഇതിൻ്റെ അകത്ത് ഇസഡ് ആണ്, അപ്പോൾ 1/y ഇൻറ്റു ഇസഡ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഐ ഓഫ് വൈ എന്ന് പറയുന്നത് 1/y ഇൻറ്റു ക്യൂ ഓഫ് വൈ വൈ. അപ്പോൾ ഇതിങ്ങനെ കിട്ടി. സോ ദിസ് ഈസ് ഈക്വൽ ടു z/y is equal to integral dy plus c എന്ന് കിട്ടും. z/y is equal to integral dy plus c. അപ്പോൾ z/y is equal to integral dy എന്ന് പറയുന്നത് y ആണ്, അപ്പോൾ അത് y plus c എന്ന് കിട്ടി. C1 എന്ന് നമുക്ക് എടുക്കാം, C1 ആദ്യത്തെ സൊല്യൂഷൻ ആയതുകൊണ്ട്. അപ്പോൾ z is equal to y² plus c1y. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു സൊല്യൂഷൻ കിട്ടി, z is equal to y² plus c1y, ഒരു ഇൻ്റഗ്രൽ കർവ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത് ഒരെണ്ണം കൂടെ കണ്ടുപിടിക്കണം അല്ലേ. രണ്ടാമത് നമുക്ക് ഒരു ഇക്വേഷൻ കൂടെ കിട്ടും. ഇവിടെ z is equal to y² പ്ലസ് നമുക്ക് y² പ്ലസ് c1y എന്ന് കിട്ടി. ഇനി നമുക്ക് രണ്ടാമതൊരു സൊല്യൂഷൻ കിട്ടും. അപ്പോൾ ചെയ്ത പ്രോസസ്സ് ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മൾ ഈ രണ്ട് ഇക്വേഷനും കൂടെ ഇക്വേറ്റ് ചെയ്തു. ലാസ്റ്റ് 2 റേഷ്യോസിൻ്റെ അകത്ത് വൈയും ഇസഡും മാത്രം ഉള്ളത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് ആ ലാസ്റ്റ് 2 റേഷ്യോ എടുത്തു. ലാസ്റ്റ് 2 റേഷ്യോ എടുത്തപ്പം നമുക്ക് കിട്ടിയ ഫോം എന്താണ്, dz/dy -1/y ഇൻറ്റു ഇസഡ് ഇസ് ഈക്വൽ ടു വൈ ഫോമിൽ വന്നു. അത് നമ്മുടെ dz/dy പ്ലസ് പി ഓഫ് വൈ ഇൻറ്റു ഇസഡ് ഇസ് ഈക്വൽ ടു ക്യൂ ഓഫ് വൈ ഫോമിലായിരുന്നു. അപ്പോൾ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി e⁻∫ പി ഓഫ് വൈ ഡി വൈ എന്നുള്ള ഫോമുല യൂസ് ചെയ്ത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചു. എന്നിട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഇസഡ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ക്യൂ ഓഫ് വൈ ഡി വൈ പ്ലസ് സി എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്തപ്പോൾ നമുക്ക് സൊല്യൂഷൻ ഇസഡ് ഇസ് ഈക്വൽ ടു y² പ്ലസ് c1y എന്ന് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത് ഒരു സൊല്യൂഷൻ കൂടെ കണ്ടുപിടിക്കണം. ഇനി നമുക്ക് ഫസ്റ്റും സെക്കൻഡും കൂടെ ഇക്വേറ്റ്, ടേക്കിംഗ് 1 and 2, ടേക്കിംഗ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റേഷ്യോസ്, വി ഗെറ്റ് dx/x plus z is equal to dy/y. dx/x plus z is equal to dy/y. അപ്പോൾ നമുക്കതിനെ dx/dy is equal to x plus z/y, അല്ലെങ്കിൽ dx/dy is equal to x/y plus z/y എന്ന് കിട്ടുമല്ലോ. ഇനി z/y എന്ന് പറയുന്നത് എന്താ, y plus c1 ആണ് അല്ലേ. z/y ഇതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ z/y എന്ന് പറയുന്നത് y plus c1 ആയിട്ട് നമുക്ക് എടുക്കാം. therefore ഇപ്പോൾ ഇവിടം വരെ ആയല്ലോ, dx/dy ഈക്വൽ ടു, ദാറ്റ് ഈസ് dx/dy ഈസ് ഈക്വൽ ടു x/y പ്ലസ് z/y. z എന്ന് പറയുന്നത് y² പ്ലസ് c1y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് ഒരു y ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ y പ്ലസ് c1 എന്ന് കിട്ടും. dx/dy is equal to x/y plus y plus c1. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഫ്രം 1 ആണ്. ഇക്വേഷൻ 1 നമ്മൾ ഇസഡിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് dx/dy, അപ്പോൾ ഇതിനെ നമുക്ക് dx/dy മൈനസ് 1/y(x) is equal to y plus c1 ഫോമിൽ കിട്ടുമല്ലോ അല്ലേ. y plus c1 ഫോമിൽ കിട്ടി. അപ്പോൾ ഇത് നമ്മുടെ മുമ്പത്തെ പോലെ ഒരു ഇക്വേഷൻ അല്ലേ നോക്കിയേ. ഇവിടുത്തെ നമ്മുടെ പി ഓഫ് വൈ എന്ന് പറയുന്നത് -1/yയും ക്യൂ ഓഫ് വൈ എന്ന് പറയുന്നത് y plus c1 ആണ്. therefore ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ I of y is equal to e⁻∫ p of y dy എന്ന് വരും. അതിപ്പോൾ നമ്മൾ ചെയ്തതാണ്. e⁻∫(-1/y) dy ചെയ്യുമ്പം അത് e⁻⁻log y വരും. e⁻⁻log y ഈക്വൽ ടു 1/y എന്ന് കിട്ടി.
അപ്പോൾ നമുക്ക് 1/y അതിൻ്റെ ഇൻ്റഗ്രേറ്റ് മുമ്പത്തെ പോലെ സെയിം പ്രോസസ്സാണ് ചെയ്തത്. ഇസഡിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇസഡിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ dx/dy ഈസ് ഈക്വൽ ടു x/y മൈനസ് x/y പ്ലസ് y പ്ലസ് c1. അതിൽ x/y ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ dx/dy മൈനസ് 1/y x ഈസ് ഈക്വൽ ടു y പ്ലസ് c1 ഫോമിൽ കിട്ടും. അപ്പോൾ നമ്മൾ അതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കിത് ഈ ഒരു ഫോമിൽ കിട്ടി. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് അപ്പം ഇത് dx/dy മൈനസ് പ്ലസ് p(y) x ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് y ഫോമിൽ കിട്ടി. അപ്പോൾ p(y) മൈനസ് 1/y ആയിട്ടും q(y) y പ്ലസ് c1 എന്ന് എടുത്താൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമുക്ക് കിട്ടും. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് I of y ഇൻറ്റു ഇവിടെ നമ്മുടെ വന്നേക്കുന്ന വേരിയബിൾ എക്സ് ആ അല്ലേ. I of y ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് I of y ഇൻറ്റു q of y dy പ്ലസ് കോൺസ്റ്റൻറ്റ് c2 എന്ന് വരും അല്ലേ. iy of x is ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു മുമ്പ് എഴുതിയ അതേ ഫോമിലാണ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ഇവിടെ ഇസഡിന് പകരം എക്സ് വരും എന്നുള്ളത്. ഇൻ്റഗ്രൽ ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു q of y dy പ്ലസ് c2. ഇനി ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് 1/y ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് 1/y ഇൻറ്റു y പ്ലസ് c1 dy പ്ലസ് c2. അപ്പോൾ x/y is equal to 1 plus c1/y integral 1 plus c1/y dy plus c2 എന്ന് വരും. അപ്പം x/y is equal to y plus c1 log y അല്ലേ. c1 log y plus c2 എന്ന് വരികയല്ലേ. ഇൻ്റഗ്രേറ്റ് ചെയ്താണ് x/y is equal to ഇൻ്റഗ്രൽ ഓഫ് 1/y ഇൻറ്റു y പ്ലസ് c1 നമുക്ക് y ഒരെണ്ണം ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ 1 പ്ലസ് c1/y dy. അപ്പം ഇത്ര സാധനത്തിന് നമുക്ക് y വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y പ്ലസ് c1/y ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ c1 log y എന്ന് വരും. അപ്പം നമുക്ക് x/y is equal to y പ്ലസ് c1 log y പ്ലസ് c2 എന്ന് കിട്ടും. ഇനി ഒരു y വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ x is equal to y വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം y² പ്ലസ് c1y log y c1y log y പ്ലസ് c2y എന്ന് വരും. അത് നമുക്ക് x is equal to c1 എന്ന് പറയുന്നത് എന്തായിരുന്നു. c1 എന്ന് പറയുന്നത് നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. ഈ z മൈനസ് y² അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അതിൽ എളുപ്പം ഇങ്ങനെ തന്നെ ഇട്ടേക്കുന്നതാണ്. അപ്പോൾ x ഈക്വൽ ടു നമുക്ക് c1y log y പ്ലസ് c2y പ്ലസ് y². അതിനെ ഇക്വേഷൻ 2 എന്നെടുക്കാം. Therefore, the integral curves of the given differential equation are z is equal to y² plus c1y and x is equal to c1y log y plus c2y plus y². ഇവിടെ വേണമെങ്കിൽ c1y നമുക്ക് z മൈനസ് y² കൊടുത്താൽ അല്ലെങ്കിൽ നമുക്കതിനെ z is equal to y² plus c1y x is equal to c1y പകരം z മൈനസ് y² log y പ്ലസ് c2y പ്ലസ് y². ഇതാണ് സൊല്യൂഷനായിട്ട് വരുന്നത്. c1y നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. c1y എന്ന് പറയുന്നത് z മൈനസ് y². അപ്പോൾ x ഈസ് ഈക്വൽ ടു z മൈനസ് y² log y പ്ലസ് c2y പ്ലസ് y² എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക്, അതുകൊണ്ടാണ് നമുക്ക് c1 വന്നത്. അപ്പോൾ ഫസ്റ്റ് സൊല്യൂഷൻ ആ c1 എന്നുള്ളത് നമ്മൾ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡിലാണ് ഇവിടെ ചെയ്തേക്കുന്നത്. Next question, solve the equation
solve the equation dx by y plus alpha z equal to dy by z plus beta x plus d equal to plus dz by x plus gamma y. Solve the equation y plus alpha z equal to dy by z plus beta x plus dz divided by x plus gamma y. ഇവിടെ ഈ ആൽഫയും ബീറ്റയും ഗാമയും കോൺസ്റ്റൻസാണ്. അപ്പോൾ ഇവ തമ്മിൽ പ്രത്യേകിച്ച് റിലേഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ മൾട്ടിപ്ലയർ മെത്തേഡിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പോൾ ഇതൊരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു പർട്ടിക്കുലർ പ്രോബ്ലമാണ്, സോൾവ് ഔട്ട് ആയിട്ട് തന്നേക്കുന്ന ഒരു പ്രോബ്ലമാണ്. അങ്ങനെ ഈ ടൈപ്പ് അധികം അങ്ങനെ വരാറില്ല. ഇവിടെ നോക്കിയേ, ആൽഫ ഇവിടെ വന്നിട്ടുണ്ട്, പിന്നെ ഇസഡ് വന്നേക്കുന്നത് ഇവിടെയാണ്, പിന്നെ ഗാമ ഇവിടെ വൈക്ക് വന്നിട്ടുണ്ട്, പിന്നെ വൈ ഇവിടെ ഒറ്റയ്ക്കാണ് കിടക്കുന്നത്. അപ്പോൾ തമ്മിൽ പ്രത്യേകിച്ചൊരു റിലേഷനും ഒന്നും ഇല്ലാതെയാണ് കിടക്കുന്നത്. എല്ലാത്തിൻ്റെ അകത്തും പല വേരിയബിൾസുമാണ്. അപ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് അങ്ങനെ ഒരു റിലേഷനൊന്നും ഇവിടെ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാവുന്നത്, നമ്മൾ ആർബിട്രറി ആയിട്ട് ലാംഡായ ന്യൂവ് ഇതിൻ്റെ മൾട്ടിപ്ലയേഴ്സ് ആയിട്ട് എടുത്തിട്ട് അത് 0 വരാതെ, അല്ലെങ്കിൽ അതൊരു ടോട്ടൽ ഡെറിവേറ്റീവ് വരുന്നത് എപ്പോഴാണ് എന്ന് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇവിടം വരെ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഈച്ച് ഓഫ് ദീസ് റേഷ്യോസ് ഈസ് ഈക്വൽ ടു ലാംഡ ഡി എക്സ് പ്ലസ് മ്യൂ ഡി വൈ പ്ലസ് ന്യൂ ഡി ഇസഡ് ഡിവൈഡഡ് ബൈ, ഇപ്പോൾ ലാംഡ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡിനോമിനേറ്റർ ലാംഡ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, പ്ലസ് രണ്ടാമത്തേത് മ്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മ്യൂ ഇൻറ്റു z പ്ലസ് ബീറ്റ എക്സ് പ്ലസ് ന്യൂ ഇൻറ്റു എക്സ് പ്ലസ് ഗാമ വൈ എന്ന് പറയാമല്ലോ. അതായത് നമ്മൾ ലാംഡയും ന്യൂയും മൾട്ടിപ്ലയേഴ്സ് ആയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് ലാംഡ ഡി എക്സ് പ്ലസ് ന്യൂ ഡി വൈ പ്ലസ് ന്യൂ ഡി ഇസഡ് എന്ന് പറയുന്നത് ലാംഡ ഇൻറ്റു വൈ പ്ലസ് ആൽഫ ഇസഡ് പ്ലസ് മ്യൂ ഇൻറ്റു ഇസഡ് പ്ലസ് ബീറ്റ എക്സ് പ്ലസ് ന്യൂ ഇൻറ്റു എക്സ് പ്ലസ് ഗാമ വൈ എന്ന് കിട്ടണം. അപ്പം ഒന്നെങ്കിൽ ഇതൊരു ടോട്ടൽ ഡെറിവേറ്റീവ് ഫോം ആണെങ്കിൽ, അതായത് ഇത് ഡി യു ബൈ യു ഫോം ആണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അല്ല എങ്കിൽ ഇതിനെ നമുക്ക് ഓരോന്നിനോട് ഈക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ലാംഡ ന്യൂ എടുത്തെന്നുള്ളതേ ഉള്ളൂ. അപ്പം അടുത്ത ലൈനിൽ ഇഫ് ലാംഡ ന്യൂ ആർ കോൺസ്റ്റന്റ് മൾട്ടിപ്ലയേഴ്സ് lambda mu nu constant multipliers, this expression will be an exact differential. If it is of the form lambda dx plus mu dy plus nu dz divided by, ഈ ലാംഡ ഡി എക്സ് എന്ന് പറയുമ്പം അതിന് ലാംഡ എക്സിൻ്റെ ഡെറിവേറ്റീവ്, ഇത് മ്യൂ വൈയുടെ ഡെറിവേറ്റീവ്, ഇത് ന്യൂ ഇസഡിൻ്റെ ഡെറിവേറ്റീവ്. ഇങ്ങനെയാണെങ്കിലല്ലേ ഇത് എക്സാക്ട് ഡിഫറൻഷ്യൽ ഫോം ആവുള്ളൂ. ഡി യു ബൈ യു ഫോമിൽ വരുമ്പോഴാണ് നമ്മൾ എക്സാക്ട് ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലാംഡ എക്സിൻ്റെ ലാംഡയും ന്യൂവും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ലാംഡയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ലാംഡ ഡി എക്സ്, മ്യൂ വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മ്യൂ ഡി വൈ, ന്യൂ ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ന്യൂ ഡി ഇസഡ്. അപ്പോൾ എക്സാക്ട് ഫോമിൽ വരണമെന്നുണ്ടെങ്കിൽ സം 1/ρ, ബാക്കി മിച്ചമുള്ള കോൺസ്റ്റൻസിനെ എല്ലാം കൂടെ നമ്മൾ 1/ρ എന്ന് വിളിക്കുവാണ്. അപ്പം 1/ρ ഇൻറ്റു ലാംഡ ഡി എക്സ് പ്ലസ് മ്യൂ ഡി വൈ പ്ലസ് ന്യൂ ഡി ഇസഡ് ഡിവൈഡഡ് ബൈ ദിസ് ഫോമിൽ വരണം. അപ്പം പറഞ്ഞത് ഇത്രേ ഉള്ളൂ. നമ്മൾ ലാംഡ ന്യൂ മൾട്ടിപ്ലയേഴ്സ് ആയിട്ട് എടുത്തു. അപ്പോൾ മൾട്ടിപ്ലയേഴ്സ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതാണ്. പക്ഷേ ഇതൊരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഫോം, ലാംഡയും ന്യൂവും കോൺസ്റ്റൻസ് ആയിട്ട് എടുത്തിട്ട് ഈ ഒരു സാധനം എക്സാക്ട് ഡിഫറൻഷ്യൽ ഫോമിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോം എന്തായിരിക്കണം? ലാംഡ ഡി എക്സ് പ്ലസ് മ്യൂ ഡി വൈ പ്ലസ് ന്യൂ ഡി ഇസഡ് ഡിവൈഡഡ് ബൈ ലാംഡ എക്സ് പ്ലസ് മ്യൂ വൈ പ്ലസ് ന്യൂ ഇസഡ് ഫോമിൽ വന്നാലേ ഇതിൻ്റെ എക്സാക്ട് ഡിഫറൻഷ്യൽ ആണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ മിച്ചമുള്ളതിനെല്ലാം കൂടെ നമ്മൾ 1/ρ എന്ന് വിളിച്ചാൽ. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടി ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ 1 എന്നും ഇതിനെ നമുക്ക് 2 എന്നും വിളിക്കാം. അപ്പം ഇത് എന്ന് പറയുന്നത് ഈ ഒരു ഫോമിൽ വരണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത് പോസിബിൾ ആവുന്നത് എപ്പോഴാണ്?
അപ്പോൾ ഇവിടെ നമ്മൾ ഓരോന്നും ഇക്വേറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ആദ്യം കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് നമ്മൾ നോക്കുവാണെങ്കിൽ, കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ എന്തൊക്കെ വരും? ഇവിടെ ബീറ്റ മ്യൂവും ഇവിടെ ന്യൂവും വരും അല്ലേ? ബീറ്റ മ്യൂവും ന്യൂവും വരും. ഇവിടെ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് റോ ലാംഡയാണ് അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആകേണ്ട ഒരവസ്ഥയാണ് അല്ലേ? ദിസ് ഈസ് ഫോർ. അപ്പം 1ഉം 2 നമ്മൾ ചെയ്ത പ്രോസസ്സ് ഞാൻ റിപ്പീറ്റ് ചെയ്ത്, നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ഈ ഒരു പോർഷൻ കേൾക്കണം. അപ്പം dx dy dz ഈക്വൽ ടു എന്ന് പറഞ്ഞ് സോൾവ് ചെയ്യാം. അപ്പോൾ ഇത് ആൽഫ ബീറ്റ ഗാമ കോൺസ്റ്റൻ്റ് ആണ്. നമുക്കിവ തമ്മിൽ പ്രത്യേകിച്ച് ഒരു റിലേഷനും കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലയർ മെത്തേഡ് ഇതിനെ ഒരു എക്സാക്ട് ഫോമിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പോൾ ലാംഡ മ്യൂ ന്യൂ നമ്മൾ മൾട്ടിപ്ലയേഴ്സ് ആയിട്ട് എടുത്താൽ ലാംഡ ഡി എക്സ് പ്ലസ് മ്യൂ ഡി വൈ പ്ലസ് ന്യൂ ഡി സെഡ് ന്യൂമറേറ്റർ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ കിട്ടുന്നത് ഇതാണ്. അപ്പോൾ ഇതൊരു എക്സാക്ട് ഫോമിൽ വരണമെന്നുണ്ടെങ്കിൽ, ഈ ന്യൂമറേറ്ററിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള സാധനം ഡിനോമിനേറ്ററിൽ വരണമെന്നുണ്ടെങ്കിൽ ലാംഡ ഡി എക്സ് എന്തിൻ്റെ ഡെറിവേറ്റീവ് ലാംഡ എക്സിൻ്റെ. അപ്പോൾ ലാംഡ എക്സ് പ്ലസ് മ്യൂ വൈ പ്ലസ് ന്യൂ വൈ ഫോമിൽ വരണം. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. എന്നിട്ട് മിച്ചമുള്ളതിനെ എല്ലാം കൂടെ റോ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് സെയിം ആയിട്ട്, അതായത് ഇത് നമ്മൾ ആ ലാംഡ മ്യൂ ന്യൂ അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കുകയോ ചെയ്യേണ്ടത്. ലാംഡ മ്യൂ ന്യൂ എന്നുള്ള കോൺസ്റ്റൻസ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ എക്സാക്ട് ഫോമിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഗണം സെയിം ആയിരിക്കണം. അപ്പം നമ്മളിവിടെ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് എടുക്കുവാണെങ്കിൽ ഇവിടുത്തെ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മ്യൂ ബീറ്റ പ്ലസ് ന്യൂ എക്സ്. അത് ഷുഡ് ബി ഈക്വൽ ടു റോ ലാംഡ എന്നല്ലേ വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടുത്തെ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റുകൾ മ്യൂ ബീറ്റയും ന്യൂ എക്സും. അപ്പം മ്യൂ ബീറ്റ പ്ലസ് ന്യൂ എന്ന് പറയുന്ന ഇവിടെ എന്താണ് ലാംഡ എക്സ് ആയിരിക്കും. അപ്പോൾ നമുക്കതിനെ എഴുതുമ്പോൾ മൈനസ് റോ ലാംഡ പ്ലസ് ബീറ്റ മ്യൂ പ്ലസ് ന്യൂ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി അടുത്തത് കോയിഫിഷ്യൻ്റ് ഓഫ് വൈ എടുക്കുക. കോയിഫിഷ്യൻ്റ് ഓഫ് വൈ എടുക്കുമ്പം ലാംഡ വൈ ഇവിടെ ലാംഡ വൈ എന്ന് പറയുന്നത് ലാംഡ പ്ലസ് ന്യൂ ഗാമ ഈസ് ഈക്വൽ ടു റോ മ്യൂ എന്ന് വരും. അതിനെ നമ്മൾ തിരിച്ച് എഴുതുമ്പം ലാംഡ ആദ്യം എഴുതി, പിന്നെ മ്യൂ എഴുതുമ്പം ലാംഡ മൈനസ് റോ യു. ഇതിനെ നിങ്ങൾ എഴുതണേ ലാംഡ മൈനസ് റോ ന്യൂ. നമ്മൾ ആ ലാംഡ ന്യൂ ഫോമിൽ എഴുതാൻ വേണ്ടിയാണ് മൈനസ് റോ യു പ്ലസ് മ്യൂ ഗാമ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ സെയിം, അതായത് ഇത് ഒരു ഡിഫറൻഷ്യൽ ഫോമിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോയിഫിഷ്യൻറ്റുകൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം എക്സിൻ്റെ കോയിഫിഷ്യൻറ്റുകൾ ഇക്വേറ്റ് ചെയ്തു. എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് ഇവിടെ മ്യൂ ബീറ്റയും ഇവിടെ ന്യൂ ആണ്. അപ്പോൾ മ്യൂ ബീറ്റ ഈസ് ഈക്വൽ ടു ഇവിടെ ലാംഡ റോ. എന്നിട്ട് നമ്മൾ ലാംഡ വരുന്ന ടേം ആദ്യം എഴുതി മൈനസ് റോ ലാംഡ, പിന്നെ മ്യൂ ടേം എഴുതി ബീറ്റ മ്യൂ പ്ലസ് ന്യൂ ഈസ് ഈക്വൽ ടു 0. ഇനി വൈയുടെ കോയിഫിഷ്യൻറ്റ് എടുക്കുമ്പോൾ ഇവിടെ ലാംഡയെ ഇവിടെ ന്യൂ ഗാമ ലാംഡ പ്ലസ് ന്യൂ ഗാമ ഈസ് ഈക്വൽ ടു റോ ന്യൂ എന്ന് കിട്ടും. അപ്പം ആദ്യം ലാംഡ ടേം പിന്നെ മ്യൂ ടേം. അപ്പോൾ ലാംഡ മൈനസ് റോ യു പ്ലസ് ന്യൂ റോ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി കോയിഫിഷ്യൻ്റ് ഓഫ് ഇസഡ് എടുക്കുമ്പം ഇവിടെ ലാംഡ പ്ലസ് ലാംഡ ഇൻറ്റു ആൽഫ പ്ലസ് മ്യൂ ഈസ് ഈക്വൽ ടു റോ ന്യൂ എന്ന് കിട്ടും. അപ്പോൾ അത് ലാംഡ ആൽഫ ലാംഡ പ്ലസ് മ്യൂ മൈനസ് റോ ന്യൂ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി നമ്മൾ ആ ഇക്വേഷൻ ആ മൂന്നെണ്ണം ആ ഈക്വൽ ടു 0 അതൊന്ന് റീറൈറ്റ് ചെയ്ത് ദാറ്റ് ഈസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എഴുതുന്നത് ഇവിടം വരെ എഴുതിയായിരുന്നല്ലോ അല്ലേ? എന്നിട്ട് ലാംഡ മ്യൂ ആൻഡ് ന്യൂ ആർ കോൺസ്റ്റന്റ്, ഇത് എക്സാക്ട് ഡിഫറൻഷ്യൽ ഫോം ഓൺലി ഇഫ് എന്ന് എഴുതി ദാറ്റ് ഈസ് എന്നും പറഞ്ഞ് ഇത് എഴുതുക. അപ്പം 1ഉം 2ഉം എക്സാക്ട് ഡിഫറൻഷ്യൽ ഫോം വരണമെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് ഈസ് മൈനസ് റോ ലാംഡ പ്ലസ് ബീറ്റ മ്യൂ പ്ലസ് ന്യൂ ഈക്വൽ ടു 0. രണ്ടാമത്തേത് ലാംഡ മൈനസ് റോ മ്യൂ പ്ലസ് ന്യൂ ഗാമ ഈക്വൽ ടു 0. ആൽഫ ലാംഡ പ്ലസ് മ്യൂ മൈനസ് റോ ന്യൂ ഈക്വൽ ടു 0 എന്ന് വരും. മൈനസ് റോ ന്യൂ ഈക്വൽ ടു 0. ഈ മൂന്ന് കണ്ടീഷനും ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതെന്താ ഇവിടെ നമ്മൾ
ലാംഡ മ്യൂ ന്യൂ. നമുക്ക് സോൾവ് ചെയ്യേണ്ടത് എന്താണ്? ലാംഡ മ്യൂ ന്യൂ. അപ്പം നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ മെട്രിക്സ് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ മെട്രിക്സിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സ് വൈ എ ഇസഡ് എന്നും പറഞ്ഞ് 3 വേരിയബിൾസിൽ 3 ഇക്വേഷൻസ് വരുമ്പം ഇത് ഇതൊരു 3 വേരിയബിൾസിലുള്ള ഇക്വേഷനാണ്. എക്സിന് പകരം ലാംഡ, വൈക്ക് പകരം മ്യൂ, ഇസഡിന് പകരം ന്യൂ. അപ്പം ലാംഡ മ്യൂ ന്യൂ എന്നുള്ള 3 വേരിയബിൾസിലുള്ള 3 ഇക്വേഷനാണ്. അപ്പോൾ 3 ഇക്വേഷൻസ് ഇൻ 3 അൺനോൺസ് ആണ്. അപ്പോൾ 3 ഇക്വേഷൻസ് ഇൻ 3 അൺനോൺസ് ഒരു സൊല്യൂഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താ? അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിറ്റർമിൻ്റെ വാല്യൂ ഡിറ്റർമിൻ്റെ വാല്യൂ നമുക്ക് നോക്കണം. അപ്പം ഇതിൻ്റെ ഡിറ്റർമിൻ്റെ വാല്യൂ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം റിഗാർഡഡ് ആസ് ഇക്വേഷൻ ഇവിടെ ഇത്ര എഴുതിയിട്ട് regarded as equations in lambda, mu and nu regarded as equation in lambda, mu and nu, this equation possesses a solution only if rho is a root of the equation, determinant of rho beta 1 minus rho nu gamma alpha 1 minus rho equal to 0. Regarded as equation in lambda, mu and nu, these equations possess a solution only if rho is a root of the equation, determinant of minus rho beta 1 minus rho gamma alpha 1 minus rho. നമ്മൾ ലാംഡ മ്യൂ ന്യൂവിൻ്റെ കോയിഫിഷ്യൻറ്റുകൾ എടുത്തിട്ട് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പം മൈനസ് റോ ഇൻറ്റു റോ സ്ക്വയർ മൈനസ് ഗാമ minus beta into minus rho minus alpha gamma plus 1 into 1 plus alpha rho equal to 0 എന്ന് വരും. ഡിറ്റർമിനൻ്റ് എടുത്താൽ മതി. മൈനസ് റോ ഇൻറ്റു റോ സ്ക്വയർ മൈനസ് ഗാമ മൈനസ് ബീറ്റ ഇൻറ്റു minus rho minus alpha gamma plus 1 into 1 plus alpha rho equal to 0 implies minus rho cube plus rho gamma plus beta rho plus alpha beta gamma plus 1 plus alpha rho equal to 0 എന്ന് വരും. അപ്പം മൈനസ് റോ ക്യൂബ് പ്ലസ് ഈ 3 ടേംസിൽ റോ കോമൺ ആണ്. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ റോ പ്ലസ് 1 പ്ലസ് ആൽഫ ബീറ്റ ഗാമ ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. minus rho cube plus alpha plus beta plus gamma rho plus 1 plus alpha beta gamma is equal to 0 എന്ന് വരും. അപ്പോൾ നമുക്ക് മൈനസ് റോ ക്യൂബ് പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ റോ പ്ലസ് 1 പ്ലസ് ആൽഫ ബീറ്റ ഗാമ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി നമ്മൾ റോ ക്യൂബ് പോസിറ്റീവ് ആക്കിയാൽ റോ ക്യൂബ് മൈനസ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ റോ മൈനസ് 1 മൈനസ് ആൽഫ ബീറ്റ ഗാമ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുമല്ലോ. റോ ക്യൂബ് മൈനസ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ റോ മൈനസ് 1 മൈനസ് ആൽഫ ബീറ്റ ഗാമ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇതൊരു ക്യൂബിക് ഇക്വേഷനാണ്. അപ്പോൾ ഈ ക്യൂബിക് ഇക്വേഷന് 3 റൂട്ടുകൾ കാണും. നമുക്കതിനെ റോ 1 റോ 2 റോ 3 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ
ഇതുവരെ ഇതൊരു ഇച്ചിരി ലെങ്തി പ്രോബ്ലം ആയതുകൊണ്ട് നമ്മൾ ചെയ്ത പ്രോസസ്സ് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞത് ഇത് ആൽഫ ബീറ്റ ഗാമ കോൺസ്റ്റൻറ്റുകളാണ്. നമുക്കതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഇതൊരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം ഇപ്പോൾ തമ്മിൽ നമുക്കൊരു റിലേഷൻ കിട്ടണമെങ്കിൽ പാടാം. അതിന് വേണ്ടി നമ്മൾ ചെയ്തത് എന്താ, ലാംഡ മ്യൂ ന്യൂ മൾട്ടിപ്ലയേഴ്സ് ആയിട്ട് എടുത്തു. ലാംഡ മ്യൂ ന്യൂ ആർബിട്രറി കോൺസ്റ്റൻസ് നമ്മൾ മൾട്ടിപ്ലയേഴ്സ് ആയിട്ട് എടുത്തപ്പം നമുക്ക് ലാംഡ ഡി എക്സ് പ്ലസ് മ്യൂ ഡി വൈ പ്ലസ് ന്യൂ ഡി ഇസഡ് ഡിവൈഡഡ് ബൈ ആൻഡ് ഡിനോമിനേറ്റർ കിട്ടി. അപ്പോൾ അതൊരു എക്സാക്ട് ഫോം വരണമെന്നുണ്ടെങ്കിൽ അതെന്ത് ഫോമിലാണെന്ന് പറഞ്ഞു. അപ്പോൾ എക്സാക്ട് ഫോം ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ മറ്റേ ഫോമും എക്സാക്ട് ഫോമും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റുകൾ, വൈയുടെ കോയിഫിഷ്യൻറ്റുകൾ, ഇസഡിൻ്റെ കോയിഫിഷ്യൻറ്റുകൾ ഇക്വേറ്റ് ചെയ്തപ്പം നമുക്കൊരു 3 സെറ്റ് ഓഫ് ഇക്വേഷൻസ് കിട്ടി അല്ലേ. നമുക്ക് ലാംഡ മ്യൂ ന്യൂവിൻ്റെ എന്നുള്ള വേരിയബിൾസിൻ്റെ ടേംസിലുള്ള ഒരു 3 ഇക്വേഷൻസ് കിട്ടി. അപ്പോൾ അതിനൊരു റൂട്ടുണ്ട്, ആ സൊല്യൂഷൻ ഒരെണ്ണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് റോ ക്യൂബ് മൈനസ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ റോ -1 മൈനസ് ആൽഫ ബീറ്റ ഗാമ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അത് കിട്ടിയാൽ ഇനി പിന്നെ നമുക്ക് ചെയ്യാവുന്ന എന്താണ്, അത് ഈക്വൽ ടു 0 കിട്ടി. അപ്പോൾ പിന്നെ നമ്മൾ ഇതെന്ന് പറയുന്നൊരു ക്യൂബിക് ഇക്വേഷൻ. അപ്പോൾ അതിന് 3 റൂട്ട്സ് കാണും, അതാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിവിടെ നിർത്തുക. ഇതിനെ ഇക്വേഷൻ 3 എന്ന് വിളിക്കുക. നമ്മൾ മറ്റേ രണ്ടും ഇത് 3 ഇട്ടു. ദിസ് ഇക്വേഷൻ ഹാസ് 3 റൂട്ട്സ്. This equation has 3 roots. Let it be rho 1, rho 2 and rho 3. ഇത് ക്യൂബിക് ഇക്വേഷൻ ആയതുകൊണ്ട് 3 റൂട്ട്സ് കാണും. This equation has 3 roots. Let it be rho 1, rho 2 and rho 3. If we substitute the value of rho 1 for rho in equation 2. Equation 2 എന്ന് പറയുന്നത് നമ്മുടെ ലാംഡ ഡി എക്സ് പ്ലസ് മ്യൂ ഡി വൈ പ്ലസ് ന്യൂ ഡി എക്സ് ഡിവൈഡഡ് ബൈ 1 ബൈ റോ ഇൻറ്റു ലാംഡ എക്സ് പ്ലസ് മ്യൂ വൈ പ്ലസ് ന്യൂ ഡി ഇസഡ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ കൊടുത്ത ഇക്വേഷനാണ്. ഇതിനെ 2 എന്ന് വിളിക്കുക. ഇതിനെ നമ്മൾ 2 എന്ന് വിളിച്ചു, ആദ്യത്തേനെ നമ്മൾ 1 എന്നും വിളിച്ചു. ഇത് എക്സാക്റ്റ് ആവാൻ അപ്പോൾ റോയുടെ വാല്യൂസ് ആണല്ലോ നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്. ഇഫ് വി സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് റോ 1 ഫോർ റോ in equation 2, if we substitute the value rho 1 for rho in equation 2 and solve to find lambda equal to lambda 1, mu equal to mu 1 and nu equal to nu 1. Then we get dw dash is equal to 1 by rho 1 into lambda 1 dx plus mu 1 dy plus nu 1 dz divided by lambda 1 x plus mu 1 y plus nu 1 z. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ റോ 1 റോ 2 റോ 3 എന്ന് പറയുന്ന ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. ഈ റോ 1 റോ 2 റോ 3 ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ നമ്മൾ ചെയ്തത് എന്താണ്, നമ്മൾ ആ ഇക്വേഷൻ 2 എന്ന് പറയുന്നത് 1 ബൈ റോ ഇൻറ്റു ലാംഡ ഡി എക്സ് പ്ലസ് മ്യൂ ഡി വൈ പ്ലസ് ന്യൂ ഡി ഇസഡ് ഡിവൈഡഡ് ബൈ ലാംഡ എക്സ് പ്ലസ് മ്യൂ വൈ പ്ലസ് ന്യൂ ഇസഡ്, ഇത് ന്യൂ ഇസഡ്, ഈ ഒരു ഇക്വേഷൻ മറ്റേ ഇക്വേഷനുമായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്തപ്പം നമുക്ക് ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണുള്ള കണ്ടീഷനാണ് നമ്മൾ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്, ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന്. അപ്പോൾ നമുക്ക് റോ 1 എന്ന് പറയുന്നത് ഇതിൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ റോ 1 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഫോമായിട്ട് അപ്പോൾ ഇതൊരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഫോമായിട്ട് മാറും. ആ റോ 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാംഡ മ്യൂ ന്യൂവിൻ്റെ വാല്യൂസിനെയാണ് നമ്മൾ ലാംഡ 1 മ്യൂ 1 ന്യൂ 1 എന്ന് കിട്ടിയത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 1 ബൈ റോ 1 ലാംഡ മ്യൂനും ന്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന വാല്യൂസ് നമ്മൾ ലാംഡ 1 മ്യൂ 1 ന്യൂ 1 എന്ന് കിട്ടിയാൽ ഇങ്ങനെ കിട്ടി.
അപ്പോൾ ഇതൊരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഫോം ആയതുകൊണ്ട് നമുക്ക് ഡി ഡബ്ല്യു ഡാഷ് ഈസ് ഈക്വൽ ടു 1/ρ1 ഇൻറ്റു ഈ ഫോമിൽ കിട്ടി. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഡബ്ല്യു ഡാഷ് ഈസ് ഈക്വൽ ടു 1/ρ1 കോൺസ്റ്റൻ്റ് ആണ്. ഇത് എക്സാക്ട് ഡിഫറൻഷ്യൽ ഫോം ആയതുകൊണ്ട് ഇത് നമുക്ക് ഡി യു ബൈ യു ഫോം ആയതുകൊണ്ട് ലോഗ് യു വരും. അപ്പോൾ ലോഗ് λ1x പ്ലസ് μ1y പ്ലസ് μ1z എന്ന് കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എഴുതിയ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ലാംഡ മ്യൂ ന്യൂ ഇക്വേഷൻ 1 നമ്മൾ അതിനെ എക്സാക്ട് ഡിഫറൻഷ്യൽ ഫോം ആകാനുള്ള കണ്ടീഷനാണ് ഇക്വേഷൻ 2 എഴുതിയത്. അത് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ρ1 ρ2 ρ3 എന്ന് പറഞ്ഞ് 3 വാല്യൂസ് കിട്ടി. അപ്പോൾ നമ്മൾ ആദ്യം ρ1 യൂസ് ചെയ്യുവാണെങ്കിൽ ആ ρ1 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് λ1 μ1 μ1 എന്നുള്ള വാല്യൂസ് കിട്ടി. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1/ρ1 ഇൻറ്റു ഈ ഇക്വേഷനകത്ത് കൊണ്ട് λ1 μ1 μ1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതൊരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഫോമാണ്. അപ്പോൾ നമുക്ക് അതിന് നമ്മൾ ഡബ്ല്യു ഡാഷിന് വിളിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ ഡി ഡബ്ല്യു ഡാഷിന് വിളിച്ചാൽ ഡി ഡബ്ല്യു ഡാഷ് ഈസ് ഈക്വൽ ടു 1/ρ1 ഇൻറ്റു ഇതെന്ന് കിട്ടി. ഇനി ഇതൊരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഫോം ആയതുകൊണ്ട് ഇത് ഡി യു ബൈ യു ഫോം. അപ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗ് വരും. അപ്പോൾ രണ്ട് സൈഡ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ്. ഡി ഡബ്ല്യു ഡാഷ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡബ്ല്യു ഡാഷ് ഈസ് ഈക്വൽ ടു 1/ρ1 കോൺസ്റ്റൻ്റ് ആണ്, ലോഗ് ഓഫ് ദിസ് വരും. ഇനി ലോഗ്, അപ്പോൾ ഇതിനെ നമുക്ക് ഡബ്ല്യു ഡാഷ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഡബ്ല്യു ഡാഷ് ഈസ് ഈക്വൽ ടു ലോഗ് λ1x പ്ലസ് μ1y പ്ലസ് μ1z ഓൾ റേസ് ടു 1/ρ1 എന്നല്ലോ. 1/ρ1 ഇൻറ്റു ലോഗ് എ ലോഗ് ബി എ നമുക്ക് ലോഗ് ബി റേസ് ടു എന്നത്. അപ്പോൾ നമുക്ക് ഡബ്ല്യു ഡാഷ് ഈസ് ഈക്വൽ ടു ഈ ഒരു ഫോമിൽ കിട്ടി. ഇതിനെ ഇക്വേഷൻ 4 എന്ന് കിട്ടാം. സിമിലർലി നമ്മൾ ρ2 എടുക്കുമ്പോൾ നമുക്ക് വേറൊരു സൊല്യൂഷൻ w2 ഡാഷ് ഈസ് ഈക്വൽ ടു ലോഗ് λ2x സിമിലർലി എഴുതിയാൽ മതി. λ2x പ്ലസ് μ2y പ്ലസ് μ1z ഓൾ റേസ് ടു 1/ρ2 എന്ന് കിട്ടുമല്ലോ. സിമിലർലി we get w ഡബിൾ ഡാഷ് നമ്മൾ അതായത് ρ2 കൊടുക്കുമ്പോൾ കിട്ടുന്ന സൊല്യൂഷൻ നമ്മൾ w ഡബിൾ ഡാഷിന് വിളിച്ചു. w ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു ലോഗ് λ2x പ്ലസ് μ2y പ്ലസ് μ2z ഓൾ റേസ് ടു 1/ρ2. ഇതിനെ ഇക്വേഷൻ 5 എടുക്കാം. അപ്പോൾ ഓരോന്നും ഇതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് w ഡാഷും w ഡബിൾ ഡാഷും കൂടി ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റിംഗ് 4 and 5 we get logarithm of λ1x plus μ1y plus μ1z all raised to 1/ρ1 is equal to log λ2x plus μ2y plus μ2z all raised to 1/ρ2 പ്ലസ് ലോഗ് c1. നമ്മൾ രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനുകൾ, അതായത് നമ്മൾ ഡി ഡബ്ല്യു ഡാഷ് ഈക്വൽ ടു ഡി ഡബ്ല്യു നമ്മൾ ചെയ്ത ഇതാണ്. ഡി ഡബ്ല്യു ഡാഷും ഡി ഡബ്ല്യു ഡബിൾ ഡാഷും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡബ്ല്യു ഡാഷ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഡബിൾ ഡാഷ് പ്ലസ് ലോഗ് c1 എന്ന് കിട്ടി. അതാണ് നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പം ആദ്യത്തെ സെറ്റ് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി, രണ്ടാമത് നമുക്ക് വേറൊരു കിട്ടി. അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പം നമുക്ക് ഡബ്ല്യു ഡാഷ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഡബിൾ ഡാഷ് പ്ലസ് ലോഗ് c1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ലോഗരിതം മാറ്റിയിട്ട് ഇതിനെ ഒരുമിച്ച് എഴുതുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? λ1x പ്ലസ് μ1y പ്ലസ് μ1z ഓൾ റേസ് ടു 1/ρ1 ഇസ് ഈക്വൽ ടു ലോഗ് ഇതെന്ന് പറയുമ്പോൾ c1 ഇൻറ്റു λ2x പ്ലസ് μ2y പ്ലസ് μ2z ഓൾ റേസ് ടു 1/ρ2 എന്ന് വരും. അപ്പോൾ നമുക്ക് ഒരു സെറ്റ് കിട്ടി. ഇനി നമുക്ക് സിമിലറായിട്ട് ഇത് നമുക്ക് ഒരു ഡബ്ല്യു ഡാഷും ഡബ്ല്യു ഡബിൾ ഡാഷും കിട്ടിയത് ρ1ഉം ρ2ഉം വെച്ചിട്ടാണ്. ഇനി ρ3 വെച്ചിട്ട് w3 ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരെണ്ണം കിട്ടും. എന്നിട്ട് അതിനോട് ഇതിനെ ഏതെങ്കിലും ഒന്ന് ഇക്വേറ്റ് ചെയ്യുമ്പം രണ്ടാമത്തെ സെറ്റ് സൊല്യൂഷൻ കിട്ടി. ഇത് ആദ്യത്തെ സെറ്റ് സൊല്യൂഷൻ അതായത് നമ്മൾ എക്സാക്ട് ഡിഫറൻഷ്യൽ ഫോമിലുള്ള സൊല്യൂഷനാണ് ചെയ്തേക്കുന്നത്. അപ്പം ഡബ്ല്യു ഡാഷും ഡബ്ല്യു ഡബിൾ ഡാഷും കൂടി ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഒരു സെറ്റ് സൊല്യൂഷൻ കിട്ടി. λ1x പ്ലസ് μ1y പ്ലസ് μ1z ഇസ് ഈക്വൽ ടു റേസ് ടു 1/ρ1 ഇസ് ഈക്വൽ ടു c1 ഇൻറ്റു ഈ ഒരു ഫോമിൽ കിട്ടി.
ഇനി ഇൻ എ സിമിലർ വേ ഇതിനെ ഇക്വേഷൻ 6 എന്ന് എടുക്കാം. ഇതിനെ ഇക്വേഷൻ 6 എന്ന് എടുക്കാം. In a similar way we get ഇനി W ഡാഷും W ട്രിപ്പിൾ ഡാഷും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ in a similar way we get lambda 1 x plus mu 1 y plus mu 1 z raised to 1 by rho 2 is equal to C2 into lambda 3 x plus mu 3 y plus mu 3 z raised to 1 by rho 3. അതായത് നമ്മൾ റോ 1ഉം റോ 2നും കറസ്പോണ്ടിങ് ആയിട്ട് സൊല്യൂഷൻ കിട്ടി. ഇനി നമുക്ക് റോ 3 കറസ്പോണ്ടിങ് ആയിട്ട് mu 3 ലാംഡ 3 mu 3 ടേംസിൽ കിട്ടും. അപ്പം W ഡാഷും W ഡബിൾ ഡാഷ് ട്രിപ്പിൾ ഡാഷും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സൊല്യൂഷൻ കിട്ടും. where C2 is a constant. ഇതിനെ ഇക്വേഷൻ 7 എടുക്കാം. Therefore, the integral curves to the given equation are lambda 1 x plus mu 1 y plus mu 1 z raised to 1 by rho 1 equal to C1 into lambda 2 x plus mu 2 y plus mu 2 z raised to 1 by rho 2 lambda 1 x plus mu 1 y plus mu 1 z raised to 1 by rho 2 is equal to C2 into lambda 3 x mu 3 y plus mu 3 z all raised to 1 by rho 3. ഇതാണ് സൊല്യൂഷൻ വരുന്നത്. അപ്പോൾ ഇതൊരു ഇച്ചിരി ലെങ്തി ആയിട്ടുള്ളൊരു പ്രോബ്ലം ആയിരുന്നു. അതൊരു 2-3 പ്രാവശ്യം നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ചെയ്ത പ്രോസസ്സ് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ആദ്യം ആ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ അവിടെ ആൽഫ ബീറ്റ ഗാമ കോൺസ്റ്റൻറ്റുകളാണ്. അപ്പോൾ അതിനെ നമ്മൾ ലാംഡ മ്യൂ നമ്മൾ നമ്മുടെ മൾട്ടിപ്ലയേഴ്സ് ആയിട്ട് എടുത്താൽ അത് നമുക്ക് കിട്ടുന്ന ഫോം ലാംഡ ഡി എക്സ് പ്ലസ് മ്യൂ ഡി വൈ പ്ലസ് ന്യൂ ഡി ഇസഡ് ഡിവൈഡഡ് ബൈ നമ്മൾ ആ ലാംഡ ഇൻറ്റു വൈ പ്ലസ് ആൽഫ ഇസഡ് പ്ലസ് മ്യൂ ഇൻറ്റു ഇസഡ് പ്ലസ് ബീറ്റ എക്സ് പ്ലസ് ന്യൂ ഇൻറ്റു എക്സ് പ്ലസ് ന്യൂ ഗാമ വൈ ഫോമിൽ കിട്ടി. അപ്പോൾ അതൊരു ഡിഫറൻഷ്യൽ അതൊരു എക്സാക്ട് ഫോമിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്തത്? ന്യൂ ഡി ഇസഡ് ഡിവൈഡഡ് ബൈ ലാംഡ എക്സ് പ്ലസ് മ്യൂ വൈ പ്ലസ് ന്യൂ ഇസഡ് 1 ബൈ റോ ഫോമിൽ വരണം. അപ്പോൾ ഇത് രണ്ടും സെയിം ആക്കി. അതായത് ഈ ഒരു സാധനം എക്സാക്ട് ഡിഫറൻഷ്യൽ ഫോം വരാനുള്ള കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നമ്മൾ റോയ്ക്ക് വേണ്ടി സോൾവ് ചെയ്തു. അത് അങ്ങനെ നമ്മൾ 3 സൊല്യൂഷൻ നമുക്ക് കിട്ടി. അപ്പം റോ 1ഉം റോ 2നും റോ 3യും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡി ഡബ്ല്യു ഡാഷ് ഡി ഡബ്ല്യു ഡബിൾ ഡാഷ് ഡി ഡബ്ല്യു ട്രിപ്പിൾ ഡാഷ് 3 എക്സാക്ട് ഡിഫറൻഷ്യൽ ഫോം കിട്ടി. എന്നിട്ട് നമ്മൾ ചെയ്തത് ഡി ഡബ്ല്യു ഡാഷ് ഈക്വൽ ടു ഡി ഡബ്ല്യു ഡബിൾ ഡാഷ് പിന്നെ ഡി ഡബ്ല്യു ഡാഷ് ഈക്വൽ ടു ഡി ഡബ്ല്യു ട്രിപ്പിൾ ഡാഷ് അങ്ങനെ നമുക്ക് 2 സെറ്റ് ഓഫ് ഇക്വേഷൻ ചെയ്തു. അതാണ് നമ്മൾ ചെയ്ത പ്രോസസ്സ്.